ശ്രീ കെ വിജയൻ. സർ, അടുത്ത വർഷം അതികഠിനമായ വരൾച്ചയായിരിക്കുമെന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതിൽ കോഴിക്കോട് ജില്ല ഏറ്റവും പ്രധാനമായി ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ജലസേചനം വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നടത്തി ഉൽപ്പാദന ചെലവ് കുറച്ച് വിള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കാനുള്ളത്. യെസ് മിനിസ്റ്റർ. സർ, 2018 മുതൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അപ്രവചനീയമായൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2018 നമ്മൾ പ്രളയമാണ്, അന്നത്തെ പ്രളയമാണ് നമ്മൾ ഏറ്റവും മുമ്പിൽ നമ്മൾ കണ്ടൊരു വലിയ പ്രശ്നം. ഇത് കർഷകർ കാലാകാലങ്ങളായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലണ്ടറുണ്ട്, ഒരു കാർഷിക കലണ്ടർ. ആ കാർഷിക കലണ്ടറിൻ്റെയൊക്കെ രീതികളെ താളം തെറ്റിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ശാസ്ത്രീയമായും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതുമായ കൃഷി രീതികൾ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് തന്നെയാണ് ഗവൺമെൻറ് നീങ്ങിയത്. അതിൻ്റെ ഭാഗമായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് എത്തി. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം കൂടി പറഞ്ഞു, ജലസേചനത്തിൻ്റെ കാര്യം പറഞ്ഞു. ജലസേചനം നേരത്തെ എല്ലാം ഇഷ്ടംപോലെ വെള്ളം എടുത്തൊഴിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതിനൊരു മാറ്റമെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഓട്ടോമേറ്റഡ് ഫെർട്ടിഗേഷൻ സിസ്റ്റങ്ങൾ, ജലസേചനത്തോടൊപ്പം വളങ്ങൾ കൃത്യമായ അളവിൽ സസ്യങ്ങൾക്ക് നൽകുന്നത് സ്മാർട്ട് കൃഷി സാങ്കേതിക വിദ്യയാണ്. ഇത് വിഭവനഷ്ടം കുറയ്ക്കുകയും വിളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഗുണനിലവാരം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്നിട്ട് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതി വഴി ഫെർട്ടിഗേഷൻ സിസ്റ്റങ്ങൾ സ്ഥാപിക്കാനുള്ള പിന്തുണ ഇപ്പോൾ കർഷകർക്ക് നൽകുന്നുണ്ട്. ജലവും വളവും നിയന്ത്രിതമായി വിളകൾക്ക് നൽകാൻ കഴിയുന്ന പ്രൈവാ കോമ്പാസ് പോലുള്ള സ്മാർട്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ അമ്പലവയലിലെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിൻ്റെയും മാതൃകാ കൃഷിയിടങ്ങളിൽ ഇത്തരം കൃഷി പ്രദർശനം നടത്തുന്നുണ്ട്. ഇത് കർഷകർക്ക് സാങ്കേതികവിദ്യ സ്വീകരിക്കാൻ പ്രചോദനമാകുന്നു. പോളി ഹൗസുകളിൽ പച്ചക്കറി, പൂക്കൾ എന്നിവ വളർത്തുന്ന കർഷകർ നിലവിൽ ഈ സംവിധാനം ഉപയോഗിച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ RKVY പെർ ക്രോപ്പ് മോർ ഡ്രോപ്പ് പദ്ധതിയുടെ ഭാഗമായി ജലസേചന സംവിധാനത്തോടൊപ്പം വളപ്രയോഗവും ഏകോപിപ്പിക്കുന്നതിനായി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷ്മ ജലസേചന മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ സഹായം നൽകുന്നതോടൊപ്പം വളപ്രയോഗത്തിനുള്ള ഫെർട്ടിഗേഷൻ സംവിധാനത്തിനുള്ള സഹായവും പദ്ധതിയുടെ ഭാഗമായി നൽകുന്നു. 40 മുതൽ 50% വരെ ജലം ലാഭിക്കുന്നതിനും വെള്ളവും വളവും കൃത്യമായി നൽകുന്നതിനും ഈ പരിപാടിയുടെ ഭാഗമായി ഈ ഫെർട്ടിഗേഷനിലൂടെ കഴിയുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്കായി 100 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിൻ്റെ 55% വരെയും മറ്റ് കർഷകർക്ക് 45% വരെയും പദ്ധതി നിബന്ധനകൾക്ക് വിധേയമായി ധനസഹായം ലഭിക്കും. കേരഗ്രാമം നടപ്പിലാക്കുന്ന പഞ്ചായത്തുകളിൽ കർഷകർക്ക് ഇതിന് പുറമെ 30% അധിക ധനസഹായം കൂടി ലഭ്യമാകുന്ന തരത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും. പരമാവധി 5 ഹെക്ടർ വരെ ആനുകൂല്യം ലഭിക്കും. അസംരക്ഷിത വനമേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് 90% വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. ജലസേചന സ്രോതസ്സുകളുടെ വികസനം, പമ്പിംഗ് ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കും ഓട്ടോമേഷൻ സംവിധാനം ഉൾപ്പെടുത്തുന്നതിനും പ്രത്യേക ധനസഹായവും ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുന്നത്.